നമ്മുടെ ഗവർണർ ആർലേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ ഗവർണറായ സമയത്ത് പൊതുപ്രവർത്തനം തുടങ്ങിയ ആളൊന്നുമല്ല. അദ്ദേഹത്തിന് വലിയ നീണ്ട പാരമ്പര്യമുണ്ട് പൊതുപ്രവർത്തനത്തിൻ്റെ. അദ്ദേഹം എവിടെ ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടൊരു പരിപാടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് വർക്കാണ് അദ്ദേഹത്തിൻ്റെ, അങ്ങനെയാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാവിക്കൊടി പിടിച്ച അതിലേക്ക് ഞാൻ വരാം. നോക്കൂ, അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണല്ലോ അദ്ദേഹം അവിടെ കാണിക്കുന്നത്. അദ്ദേഹം അത് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിൽ വരുമ്പോൾ ഇത് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് പറയാൻ വേണ്ടി കേരളം ചൈനയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശമൊന്നുമല്ല. കേരളം ഭാരതത്തിൻ്റെ അകത്തുള്ള പ്രദേശം തന്നെയാണ്. ഈ പറയുന്ന ഭാരതാംബയുടെ ഭഗവപതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചിത്രമൊന്നുമില്ല. ഭരണഘടന അനുവദിക്കാത്ത ചിത്രം. ഭരണഘടന അനുവദിക്കാത്തതെന്ന് പറഞ്ഞാൽ ഭരണഘടന ചിത്രത്തിനെ ബാൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയല്ല എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഭരണഘടന ബാൻ ചെയ്തിട്ടില്ലാത്ത ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണഘടന അനുവദിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് അദ്ദേഹം അത് അവിടെ വെക്കുന്നു. ഈ ശിവൻകുട്ടിയോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരോടോ പോയിട്ട് നിങ്ങൾ ഇതിനകത്ത് പുഷ്പാർച്ചന നടത്തിയിട്ട് മാത്രമേ നമുക്ക് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഗവർണറുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്ന പറയുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, അദ്ദേഹം അത് ചെയ്തോളൂ. അതിന് ഇവർക്ക് എന്താ പ്രശ്നം?